പ്രമേഹവും ഹാർട്ട് അറ്റാക്കും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. WHO പറയുന്നത് ഒരു പ്രമേഹ രോഗി ആയിക്കഴിഞ്ഞാൽ ആള് ഒരു ഹൃദ്രോഗി കൂടെയാണ്. നമ്മുടെ കേരളത്തിൽ പ്രമേഹത്തിൻ്റെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ 25% ആൾക്കാർക്ക് പ്രമേഹമുണ്ട്. ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെയധികം പ്രമേഹമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ പ്രമേഹം എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്? ഒരു പ്രമേഹ രോഗി ആയിക്കഴിഞ്ഞാൽ ഷുഗർ വളരെയധികം വർദ്ധിക്കുകയും ഈ ഷുഗർ വർദ്ധിച്ചു കഴിഞ്ഞാൽ മോശമായ കൊളസ്ട്രോള് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും, അതായത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ ഒരു മോശമായ കൊളസ്ട്രോൾ വളരെയധികം വർദ്ധിക്കും പ്രമേഹ രോഗികളിൽ. ഇതാണ് ഹാർട്ട് അറ്റാക്കിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഹൃദ്രോഗം വരുന്നതിൻ്റെ ഒരു വളരെയധികം പ്രാധാന്യം നമുക്ക് പ്രമേഹത്തിന് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പ്രമേഹ രോഗികളിൽ ഈ കിഡ്നി അസുഖം വരാനുള്ള സാധ്യതകൾ കൂടിയും, കിഡ്നി അസുഖം വന്നു കഴിഞ്ഞാൽ ഈ വളരെയധികം ശരീരത്തിൽ വെള്ളം അടിഞ്ഞുകൂടുകയും ക്രിയാറ്റിനിൻ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഹൃദ്രോഗം വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പ്രമേഹ രോഗികളിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഇവർക്ക് ലക്ഷണങ്ങൾ വളരെ ക്ലാസിക്കലായിട്ട് അവർക്ക് അനുഭവപ്പെടത്തില്ല. എന്ന് വെച്ചാൽ പ്രമേഹ രോഗികളിൽ നെർവ്സിൻ്റെ ബലക്കുറവ് കാരണം ഈ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഈ വേദന അവരറിയാറില്ല. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ അങ്ങനെ അതിന് പറയുന്നത് സൈലൻ്റ് അറ്റാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രമേഹ രോഗി പോയി ഒരു ECG എടുത്ത് നോക്കുമ്പോൾ ഇയാൾക്ക് എപ്പോഴോ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, പക്ഷേ അതിനുള്ള യാതൊരു ലക്ഷണവും ഈ രോഗികളിൽ നമ്മൾ കാണാറുണ്ട്. സോ ഒരു പ്രമേഹ രോഗി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹൃദ്രോഗി ആയിക്കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് WHO പറയുന്നത് എല്ലാ പ്രമേഹ രോഗികളും 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു ആസ്പിരിൻ ഗുളികയും ഒരു സ്റ്റാറ്റിൻ, അറ്റോർവോസ്റ്റാറ്റിൻ, കൊളസ്ട്രോൾ കുറച്ച് വയ്ക്കുന്നതിനുള്ള ഗുളിക നമ്മൾ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ കഴിച്ചിരിക്കണം എന്ന് നമ്മൾ പറയുന്നതിനുള്ള പ്രാധാന്യം ഇതുകൊണ്ടാണ്.